ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് പിൽ കൺസെപ്റ്റ് അനലൈസ് ചെയ്യാണ്. അത് നമ്മുടെ കേരളത്തിലെ പെർസ്പെക്റ്റീവ് വെച്ച് അനലൈസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ലുക്ക് 4 പാർട്ടാക്കിയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതായത് സബ് 5, നോർമി, എബോ ആവറേജ്, ചാഡ്. അപ്പോൾ ഞാൻ 4 കാറ്റഗറി ആയിട്ടാണ് ലുക്കിൻ്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇതിൽ സബ് 5നും നോർമിനും യൂസ് ചെയ്തേക്കുന്നത് AI ജനറേറ്റഡ് പിക്കാണ്, അല്ലാതെ ആരുടെയും ഒറിജിനൽ പിക്കല്ല. സോ അതിനെക്കുറിച്ച് ആലോചിച്ച് വറിയിടാവണ്ട. അപ്പോൾ ഫസ്റ്റത്തെ അനലൈസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കോളേജിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നിങ്ങളൊരു പെണ്ണായിട്ട് പരിചയപ്പെട്ടു, 1 മാസത്തോളം പരിചയമായി. ആ പെണ്ണ് സിംഗിളാണ്. അപ്പം നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നിങ്ങളുടെ പ്രൊപ്പോസൽ സ്വീകരിക്കാനുള്ള സക്സസ് റേറ്റ് എത്രയാണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സക്സസ് റേറ്റും പെർസെൻറ്റേജൊക്കെ വെറുതെ വായി തോന്നിയ രീതിയിൽ കൂട്ടി വെച്ചേക്കുന്നതല്ല. ഇത് ഓരോ ആൾക്കാരും എന്നോട് പറഞ്ഞ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് അങ്ങനെ അനലൈസ് ചെയ്തെടുത്താണിത്. ചിലപ്പോൾ ഡിസ്ട്രിക്റ്റ് തമ്മിൽ വാരി ചെയ്യുമായിരിക്കും. ഇപ്പോൾ എറണാകുളം ജില്ലയിലുള്ള പോലെ ആയിരിക്കില്ല ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ള പോലെ ആയിരിക്കില്ല പാലക്കാടിൽ. അപ്പോൾ ഡിസ്ട്രിക്റ്റിലും വ്യത്യാസമുണ്ട്. ഇപ്പം ഒരുപാട് മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, ഒരു സിറ്റിയിലാണ് ഇതെന്നുണ്ടെങ്കിൽ ഇത് ആക്യുറേറ്റ് ആയിരിക്കും. പക്ഷേ ഗ്രാമപ്രദേശം അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് അത്ര ആക്യുറേറ്റ് ആവാനും സാധ്യതയില്ല. അപ്പോൾ നേരെ നമുക്ക് ബിലോ ആവറേജ് ലുക്ക്, അതായത് സബ് 5 ലെവൽ ലുക്കുള്ള ഒരാൾ ഒരു പെണ്ണായിട്ട് 1 മാസം കമ്പനിയായിട്ട് ആ പെണ്ണിനോട് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണ് അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2% ആണ്. ഇനി അടുത്തത് നോർമി എന്ന് പറഞ്ഞാൽ ആവറേജ് ലുക്ക്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാണുന്നത് ആവറേജ് ലുക്കാണ് ഈയിടെയായിട്ട്. അപ്പോൾ നമ്മൾ ജനറൽ പോപ്പുലേഷൻ എടുത്താൽ തന്നെ ഒരു 45 to 50% ആവറേജ് ലുക്കുള്ള ആൾക്കാരാണ് കേരളത്തിൽ. അപ്പോൾ ഒരു ആവറേജ് ലുക്കുള്ള ഒരാളുടെ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ 15% മാത്രമാണ് സാധ്യതയുള്ളത്. ഇനി അടുത്താണ് എബോ ആവറേജ്. അപ്പോൾ എബോ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിന്റ് ബേസിസിൽ നോക്കുമ്പോൾ 6.5 ഔട്ട് ഓഫ് 10 റേറ്റിംഗ് കിട്ടുന്ന ഒരാളാണ് എബോ ആവറേജ് ആയിട്ട് കണക്ക് കൂട്ടുന്നത്. ഏകദേശം ഈ ഫോട്ടോ കാണുന്ന പോലത്തെ ലുക്കൊക്കെയാണ് എബോ ആവറേജ് വരുന്നത്. അപ്പോൾ എബോ ആവറേജ് ലുക്കുള്ള ഒരാൾ ഇതേപോലെ ഒരു പെണ്ണായിട്ട് കുറച്ച് ദിവസം, അതായത് 1 മാസം കമ്പനിയായിട്ട് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ്റെ പ്രൊപ്പോസൽ സ്വീകരിക്കാൻ 50% ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് ചാഡിലോട്ട് പോകാം. ചാഡ് എന്ന് പറയുമ്പോൾ എബോ ആവറേജിനെക്കാളും ലുക്ക് കൂടുതലാണ് ചാഡ് എന്ന് നമുക്ക് കണക്കാക്കുന്നത്. അതായത് പോയിന്റിൻ്റെ ബേസിസിൽ പറയുമ്പോൾ 8 കൂടുതൽ, 10ൽ 8 കൂടുതൽ ഫേഷ്യൽ റേറ്റിംഗ് സ്കോർ ചെയ്യുന്ന ഒരാളാണ് ചാഡ്. അപ്പോൾ പുള്ളിയും ഇതേപോലെ സെയിം സംഭവം തന്നെ. ഇപ്പോൾ 1 മാസം ഒരു പെണ്ണായിട്ട് നല്ല രീതിയിൽ കമ്പനിയായിട്ട് ആ പെണ്ണിനോട് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വലിയ കാര്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാന്ന് വയ്ക്കാം, ചെറിയ രീതിയിലുള്ള കമ്പനിയാന്ന് തന്നെ വയ്ക്കാം, ഒരു 80% റിലേഷൻഷിപ്പിലാവാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തവരോട് നമ്മൾ പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 4 കാറ്റഗറിയിലുള്ള ആണുങ്ങൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മാക്സിമം ലെവലിലോട്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് എത്ര പെർസെൻറ്റേജ് വരെ ചാൻസ് ഉണ്ട് പെണ്ണുങ്ങൾ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സബ് 5ലോട്ട് പോകാം. അപ്പോൾ സബ് 5ലുള്ള ആ ലെവലിലുള്ള ഒരു പുള്ളി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് 18% ആണ് ചാൻസ് റിലേഷൻഷിപ്പിലാവാനായിട്ട്. പിന്നെ നോർമിയുടെ കാര്യം നോക്കാൻ നേരത്ത് ആവറേജ് ലുക്കുള്ള ഒരാൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്താൽ 40% ആണ് ചാൻസ്. ഇനി അടുത്ത എബോ ആവറേജ് ലുക്കുള്ള ഒരാൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 72% ആണ് ചാൻസ്. ഇനി അടുത്താണ് ചാഡ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 97% ആണ് ചാൻസ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ കുറച്ച് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ സബ് 5 എടുക്കാമെന്ന് വയ്ക്കുക. സബ് 5 കാറ്റഗറിയുള്ള ഒരു പുള്ളിക്ക് നല്ലൊരു പേഴ്സണാലിറ്റി എടുത്ത് വയ്ക്കുക. ചാഡ് കാറ്റഗറി ഉള്ള ഒരു പുള്ളിക്ക് ചീത്ത പേഴ്സണാലിറ്റി എന്ന് വയ്ക്കുക. അപ്പോൾ ഗേൾസ് ആരായിരിക്കും ചൂസ് ചെയ്യുക? നല്ല പേഴ്സണാലിറ്റി ഉള്ള സബ് 5 കാറ്റഗറി ആണോ, ഇല്ലെങ്കിൽ ചീത്ത പേഴ്സണാലിറ്റി ഉള്ള ചാറ്റ് കാറ്റഗറി ആണോ? എൻ്റെ അടുത്ത് മൊത്തത്തിലൊരു 20 കൂടുതൽ ആൾക്കാർ ഈ സെയിം സിറ്റുവേഷൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ എക്സ്പീരിയൻസ്. അപ്പോൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പേഴ്സണാലിറ്റി ഉള്ള പക്ഷെ കാണാൻ അത്ര ലുക്കില്ലാത്ത ആൾക്കാരാണ്. അവരൊരു പെണ്ണിൻ്റെ പിന്നാലെ നടന്ന് പേഴ്സണാലിറ്റി നല്ലതെന്ന് തെളിയിച്ചിട്ടും അവരെ മൈൻഡ് ചെയ്യാതെ മോശം പേഴ്സണാലിറ്റി ഉള്ളത്, അതായത് ചാറ്റ് കാറ്റഗറിയുള്ള ഒരാളെയാണ് പെണ്ണുങ്ങൾ കൂടുതൽ ചൂസ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പേഴ്സണാലിറ്റിയിൽ കാര്യമില്ല, ലുക്കിൽ തന്നെയാണ് കാര്യമുള്ളത്. കാരണം എത്ര മോശം പേഴ്സണാലിറ്റി ആയാലും ചാറ്റ് കാറ്റഗറിയുള്ള ഒരാളായിട്ട് റിലേഷൻഷിപ്പ് ആവാനായിട്ട് ഗേൾസ് എന്ത് ചെയ്യാൻ തയ്യാറാവും. ഇനി അടുത്ത സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്യാൻ പോണേ. ഈ കൂട്ടത്തിൽ സബ് 5 കാറ്റഗറിയും നോർമി ഈ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ അത്യാവശ്യം റിച്ച് ആയി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ആരായിരിക്കും ചൂസ് ചെയ്യുക? ഉറപ്പായിട്ടും റിച്ച് ആയി കഴിഞ്ഞാൽ സബ് 5 കാറ്റഗറിയുള്ള ആളെയും നോർമി കാറ്റഗറിയുള്ള ഒരാളെയും പെണ്ണുങ്ങൾ ചൂസ് ചെയ്യും. പക്ഷേ അതിൽ വരുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈസ ഇല്ലാതെ വരുമ്പോൾ നിങ്ങൾ ഇട്ടേച്ച് വരെ പോകാൻ ഒരു മടിക്കില്ല. ഇനി ഈ സബ് 5 കാറ്റഗറിയിലുള്ള ആളും നോർമി കാറ്റഗറിയിലുള്ള ആളും സർക്കാർ ജോലിക്കാരാന്ന് വെക്കാം. സർക്കാർ ജോലി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെണ്ണുങ്ങൾ അവരായിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പോഴും വീണ്ടും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർ എബോ ആവറേജ് കാറ്റഗറിയുള്ള ഒരാളെ ഇല്ലെങ്കിൽ ചാറ്റ് കാറ്റഗറിയുള്ള ഒരാളെ ആയിരിക്കും വെക്കുക. കാരണം ഇങ്ങനത്തെ എക്സ്പീരിയൻസ് കുറേ പേര് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ റീസെൻ്റ് ആയിട്ട് ഒരു പുള്ളി ഷെയർ ചെയ്താണ്. പുള്ളി ഒരു സർക്കാർ ജോലിക്കാരനാണ്. പുള്ളി ഇതേപോലെ ഒരു പെണ്ണിനെ കെട്ടി, പക്ഷെ പെണ്ണ് പുള്ളിനെ ചീറ്റ് ചെയ്തത് പുള്ളി കൈയോടെ പിടിച്ചപ്പോൾ പെണ്ണ് ഡിവോഴ്സിന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഇവർ ഡിവോഴ്സായി. പക്ഷെ ഡിവോഴ്സായപ്പോൾ പെണ്ണ് വെറുതെ വിട്ടോ. ഈ പുള്ളിക്ക് സർക്കാർ ജോലി ആയതുകൊണ്ട് തന്നെ അലിമണി വേണമെന്ന് പറഞ്ഞ് വീണ്ടും കോടതിയിൽ പോയി. ഇപ്പോൾ മാസം തോറും 15,000 രൂപ വെച്ച് പുള്ളി കൊടുക്കുന്നുണ്ട്. ഈ സെയിം സിറ്റുവേഷൻ കേരളത്തിൽ ഒരുപാട് ആൾക്കാർക്ക് സംഭവിച്ചു വരുവാണ്.
പക്ഷേ ഞാൻ എല്ലാ ഗേൾസും അങ്ങനെയാണെന്ന് പറയുന്നില്ല. ഒരു 10 അല്ലെങ്കിൽ 15% നല്ല ഗേൾസ് ഉണ്ട്. അവർ ഈ കൂട്ടത്തിലൊന്നും പെടാത്ത ഗേൾസാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലാക്ക് മെയിൽ വഴി നമ്മൾ അനലൈസ് ചെയ്തു. ഇനി അടുത്ത അനലൈസിലോട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് കാണുന്നത് സബ്വൈവ്, സെക്കൻഡ് കാണുന്നത് നോർമി, പിന്നെ തേർഡ് കാണുന്നത് ചാഡ്. പിന്നെ അടുത്തത് ഗേൾസിൽ തന്നെ മുകളിൽ കാണുന്നത് സബ്വൈവ്, സെക്കൻഡ് കാണുന്നത് നോർമി, പിന്നെ തേർഡ് കാണുന്നത് സ്റ്റേസി. അപ്പോൾ സ്റ്റേസി എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സ്റ്റേസി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ആണുങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ലുക്കുള്ള ആൾ നമ്മൾ ചാഡ് എന്ന് പറയും. അതായത് 10 8 കൂടുതൽ ഫേസ് റേറ്റ് ഉള്ള ആളെ. അപ്പോൾ ഗേൾസിലും അതേപോലെ 10 8 കൂടുതൽ ഫേസ് റേറ്റും തന്നെയാണ് നമ്മൾ സ്റ്റേസി എന്ന് വിളിക്കും. അപ്പോൾ എന്നോട് ഗേൾസിൻ്റെ ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്ന 3 പിക്കും AI ജനറേറ്റഡ് ആണ്. അപ്പോൾ ആരും ഞാനിവിടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല, ഇത് ആരുടെയും പിക്കല്ല. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 കാറ്റഗറിയിലുള്ള ഗേൾസും കൂടുതൽ നോക്കുന്നത് ചാഡിനെ ആയിരിക്കും. പിന്നെ ഫസ്റ്റ് കാറ്റഗറി സബ്-5ലുള്ള ഗേൾ നോർമിനെ നോക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ലോൺലി ആവുന്നത് സബ്-5 കാറ്റഗറിയിലുള്ള ഒരാളാണ്. പക്ഷേ ഇവിടെ കൂടുതൽ നോർമീസ് ലോൺലി ആവാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്-5 കാറ്റഗറിയിലുള്ള പെണ്ണ് ഇവരെ ആയിരിക്കും നോക്കുന്നത്, നോർമീസിനായിരിക്കും കൂടുതൽ നോക്കുന്നത്. പക്ഷെ നോർമീസിന് അവരോട് അത്ര താല്പര്യം ഉണ്ടാവില്ല. കാരണം അവരാഗ്രഹിക്കുന്നത് അവരുടെ സെയിം ലുക്ക് ലെവലിലുള്ള ഒരു പെണ്ണിനെയാണ്. പക്ഷെ ആ സെയിം ലുക്ക് ലെവലിലുള്ള പെണ്ണോ കൂടുതൽ ആഗ്രഹിക്കുന്നത് ചാഡിനെയാണ്, ഇല്ലെങ്കിൽ എബോ അവറേജ് ലുക്കുള്ള ഒരാളെയാണ്. അപ്പോൾ ഈ നോർമിയായ പെണ്ണുങ്ങൾ ഈ നോർമിയ ആണുങ്ങളെ ഫ്രണ്ട് സോണിലാക്കി വയ്ക്കും. അപ്പോൾ ഫ്രണ്ട് സോൺ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട് സോൺ എന്ന് പറഞ്ഞ സംഭവം വളരെ സിമ്പിളാണ്, വേറൊന്നുമല്ല. അതായത് ഒരു പെണ്ണ് ഒരാണിന് പ്രതീക്ഷ കൊടുക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും റിലേഷൻഷിപ്പ് സെറ്റ് ആവാൻ അവന് ചാൻസ് ഉണ്ട് ഈ പെണ്ണായിട്ടെന്ന്. പക്ഷേ അവനൊരു ഫ്രണ്ട് എന്ന രീതിയിൽ തന്നെ ആയിരിക്കും അവനെ വെക്കുന്നത്. അതായത് ഇവൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കിട്ടാനും ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടാനും പിന്നെ ബോറടിക്കുമ്പോൾ ചാറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇവനെ യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു കാറ്റഗറിനെയാണ് നമ്മൾ ഫ്രണ്ട് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാറ്റ് ലെവൽ കാറ്റഗറിയിലുള്ള ആളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവരത് എക്സ്പ്ലോയിറ്റ് ചെയ്യും. അതായത് അവർക്ക് മെയിനായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവും, പിന്നെ സ്റ്റെപ്പിനായിട്ട് കുറച്ച് ഗേൾസ് ഉണ്ടാവും. പിന്നെ ഈ സ്റ്റെപ്പിനായിട്ടുള്ള ഗേളോ അല്ലെങ്കിൽ മെയിൻ റിലേഷൻഷിപ്പിലുള്ള ഗേളോ ഇതൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ആവും, ഇല്ലെങ്കിൽ അവൻ തന്നെ ഗോസ്റ്റ് ചെയ്തിട്ട് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ഇമോഷണൽ സപ്പോർട്ട് വേണം. അപ്പോൾ ഇമോഷണൽ സപ്പോർട്ട് തരാനായിട്ട് ആരാ ഉള്ളത്? ഈ നോർമീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ഫ്രണ്ട് സോണ്ടായിട്ട് വെച്ച കുറച്ച് ആണുങ്ങളെ അവർ യൂസ് ചെയ്യും. എന്നിട്ട് വീണ്ടും ആ പെണ്ണുങ്ങൾ ഇമോഷണലി ഓക്കെ ആയി കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ചാഡിൻ്റെ പിന്നാലെ പോകും, ചാഡായിട്ട് റിലേഷൻഷിപ്പിലാവും, വീണ്ടും ഈ നോർമീസിൻ്റെ അടുത്ത് ഇമോഷണൽ സപ്പോർട്ടിന് പോകും, വീണ്ടും ഇമോഷണലി ഓക്കെ ആവും, വീണ്ടും ഈ സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഗേൾസ് കൂടുതൽ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും, അതായത് ചാഡിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർമീസ് ആയിട്ടുള്ള ആണുങ്ങൾ കൂടുതലും ഒറ്റയ്ക്കാവും. പിന്നെ സബ്-5 കാറ്റഗറിയിലുള്ള ആളെക്കുറിച്ച് പറയാൻ വേണ്ട, ഒടുക്കത്തെ ഇഗ്നോറിങ് ആയിരിക്കും, ഒരു തരത്തിൽ ഒരു വിലയുണ്ടാവില്ല. പിന്നെ ഈ നോർമീസ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ കൂടി ഇനി ഓപ്ഷൻ ഉള്ളത് സബ്-5 കാറ്റഗറിയിലുള്ള ഗേൾസിനെയാണ്. അതായത് ഏറ്റവും ലുക്ക് കുറഞ്ഞ ഗേൾസാണ് അവർക്ക് പിന്നീടുള്ള ഓപ്ഷൻ. അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണുങ്ങളെ പ്രപ്പോസ് ചെയ്യും, ആ പെണ്ണുങ്ങളുടെ റിലേഷൻഷിപ്പ് ആവും, ലാസ്റ്റ് ഫിസിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പെണ്ണുങ്ങൾ ഉപേക്ഷിക്കും. അങ്ങനെ ചെയ്യുന്ന കുറച്ച് വിഭാഗങ്ങൾ വേറെ ഉണ്ട്. ഇങ്ങനെ ചെയ്യാത്ത നോർമീസിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദയനീയമായിരിക്കും. അവർക്ക് കൂടിപ്പോയി കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും, അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല, റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇൻട്രോവേർട്ട് ആണെങ്കിൽ പറയാൻ വേണ്ട, ദയനീയ അവസ്ഥയാണ് നോർമീസിന്. പിന്നെ ബിലോ ആവറേജ് ലുക്കുള്ള ആൾക്കാരുടെ കാര്യം പിന്നെ പറയേ വേണ്ട. കാരണം നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, കൂടുതലും ഗേൾസ് റിലേഷൻഷിപ്പിലായിരിക്കും. റിലേഷൻഷിപ്പിലല്ലാത്ത ഗേൾസ് സിംഗിൾ ബൈ ചോയ്സ് ആയിരിക്കും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവർക്ക് നിരവധി ഓപ്ഷൻസ് ഉണ്ട്. സിംഗിൾ ബൈ ചോയ്സ് ആണെങ്കിൽ അവർക്ക് ഏത് ആണുങ്ങളൊപ്പം വേണമെങ്കിൽ പോകാം, റെസ്പോൺസിബിലിറ്റി ഇല്ല. കൂടുതലും പെണ്ണുങ്ങൾക്ക് റിലേഷൻഷിപ്പ് ആവാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാഡ് കാറ്റഗറിയിലുള്ള ഒരാൾക്ക് 3 or 4 ഗേൾ ഫ്രണ്ട് വരുമ്പോഴാണ് ഈ കൂടുതലും ഗേൾസിന് റിലേഷൻഷിപ്പ് ആവുന്നത്. ഇതിന് നമ്മൾ പറയുന്നത് സ്പിന്നിങ് ദ പ്ലേറ്റ് എന്നാണ്. അതായത് ചാറ്റ് കാറ്റഗറിയിലുള്ള ആണുങ്ങൾക്ക് മാത്രമാണ് കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത്. പിന്നെ എബോ ആവറേജിലുള്ള ആൾക്കാർക്കും അത്യാവശ്യം ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഇവർക്ക് ഒറ്റ സമയത്ത് തന്നെ 3 or 4 പെണ്ണുങ്ങളെ സെറ്റാക്കുക. അതായത് മെയിനായിട്ട് റിലേഷൻഷിപ്പ്, പിന്നെ ഈ മെയിനായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാത്ത ബാക്കി കുറച്ച് പെണ്ണുങ്ങളെ ഇവർ സ്റ്റെപ്പിനായിട്ട് വെക്കും. അപ്പോൾ എന്താ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പെണ്ണുങ്ങൾക്കും ഒരു കാമുകൻ എന്ന രീതിയിലാവും. അങ്ങനെ കുറേ സന്ദർഭങ്ങൾ ഉണ്ടായിട്ട് അങ്ങനെ കുറേ പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് അവരുടെ എക്സ്പീരിയൻസ് എനിക്ക്. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സീ യു നെക്സ്റ്റ് ടൈം.